ഇപ്പം കുറേ ദിവസമായി ഞാനൊരു വീഡിയോ ചെയ്തിട്ട്. കാരണം ഒരു 10 ദിവസം എന്ന് പറയുന്നത് ഉത്സവത്തിൻ്റെ പുറകെയായിരുന്നു. കാരണം വൈകുന്നേരം അമ്പലത്തിൽ പോന്നു, ട്യൂഷന് പോയിട്ട് വന്ന് അമ്പലത്തിൽ പോന്നു, പിന്നെ അവിടുത്തെ എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു, പിന്നെ കിടക്കുമ്പോൾ ഒരുപാട് താമസിക്കുന്നു, പിന്നെ രാവിലെ ക്ലാസ് ഉണ്ട്, എക്സാമൊക്കെ തുടങ്ങിയതുകൊണ്ട് അതിൻ്റെ ഒരു ബഹളം എല്ലായിരുന്നു. അപ്പോൾ ഇന്നലെ കൊണ്ട് ഉത്സവം കഴിഞ്ഞു. അപ്പോൾ ഉത്സവത്തിൻ്റെ വിശേഷങ്ങൾ കുറേ പറയാനുണ്ട്. കുറേ കാര്യങ്ങൾ എനിക്ക് എന്താ പറയുക, ഒരുപാട് നമ്മളെ ടച്ച് ചെയ്ത കാര്യങ്ങളെന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫാൻ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ശബ്ദം ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്നറിയില്ല. പക്ഷേ ഫാനില്ലാതെ ഒരു രക്ഷയില്ല, കാരണം അത്ര ചൂടായിട്ടുണ്ട് ഇപ്പം. അപ്പം ആദ്യം പറയുന്നത്, ഇവിടെ ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്സവം ആയി കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം ഇങ്ങനെ ലൈറ്റ് ഇടും, അത്രേ ഉള്ളൂ. പക്ഷേ ഇവിടെ അമ്പലത്തിൻ്റെ അടുത്തുനിന്ന് ഏതൊക്കെ വഴികളുണ്ടോ, അതായത് അമ്പലത്തിലേക്ക് വരാനുള്ള വഴികളിലെല്ലാം കുറേ ദൂരത്തോളം ഈ ട്യൂബ് ലൈറ്റ് ഇടും. അത് ഒരു ഉത്സവത്തിൻ്റെ ഒരു 2-3-4 ദിവസത്തേക്ക് മുമ്പേ എല്ലാം അങ്ങനെ കണക്ട് ചെയ്തിടും. പിന്നെ ഉത്സവത്തിൻ്റെ തലേദിവസം തൊട്ട് ഇങ്ങനെ ഉത്സവമാണെന്ന് അറിയിച്ചുകൊണ്ട് ലൈറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യും. പിന്നെ ഉത്സവം തുടങ്ങുന്നതിൻ്റെ അന്ന് തൊട്ട് തീരുന്നതിൻ്റെ അന്ന് വരെയും ലൈറ്റുണ്ട്. അപ്പോൾ നല്ല വെട്ടമാണ്. ഇത്രയും ദിവസം ഇങ്ങോട്ട് വരുമ്പം മൊബൈലിൽ ടോർച്ച് അടിക്കേണ്ട കാര്യമില്ലായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഇതാണ്. പിന്നെ നന്നായിട്ട് അലങ്കരിക്കും അമ്പലത്തിൻ്റെ ആ ഭാഗം, അമ്പലത്തിൻ്റെ ആ വാതിൽക്കലത്തെ റോഡും ഒക്കെ നല്ലപോലെ ഫുൾ അലങ്കാരങ്ങളാണ്. ഇപ്രാവശ്യം അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് നമ്മൾ ഈ പൂക്കളുള്ള അലങ്കാരങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ലൈറ്റ് വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു പൂ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു ഫീല് വരുന്ന രീതിയിലുള്ള ഒരു ഇങ്ങനെ ആർച്ച് വന്നിട്ട് അതിലിങ്ങനെ ഓരോ എങ്ങനെ ഇരിക്കും അതേപോലുള്ള ലൈറ്റ്, എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം കൊടിയേറ്റ് കഴിഞ്ഞ് പിറ്റേ ദിവസം എനിക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു, അങ്കമാലി വെച്ചിട്ടായിരുന്നു. അപ്പോൾ അതിന് പോയി, അതുകൊണ്ട് അന്ന് പോകാൻ പറ്റിയില്ല. അന്ന് തന്നെ 9 മണിയായി ഞാൻ തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോൾ. പിന്നെ പിറ്റേ ദിവസം തൊട്ട് വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ പോവും. ഇപ്പം ഞാനാണെങ്കിൽ ട്യൂഷൻ കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ മാനസയും അച്ചാമ്മയും കൂടെ വഴിയിൽ കാണും. മാനസ മൈൻഡ് പോലും ചെയ്യത്തില്ല. ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല, ഒരു പരിചയം പോലും ഇല്ലാത്ത രീതിയിൽ അങ്ങ് പോവും ആൾ. എന്നിട്ട് ഞാൻ ചോദിക്കും, പോയിട്ട് നമുക്ക് 2 കൂടെ തിരിച്ച് വരാമായിരുന്നു, ഒത്തിരി ദൂരമൊന്നുമില്ല. ഒന്നും മിണ്ടത്തില്ല, അവൾ എൻ്റെ കഴിക്കും. അവൾക്ക് ഈ അമ്പലവും ആ മണ്ണിൽ പോയി കളിക്കുന്നതുമാണ് അവളുടെ ഇഷ്ടം. ആ സമയത്ത് എന്നെയൊക്കെ എന്ത് മൈൻഡ് ചെയ്യാനാണ്. അപ്പോൾ എനിക്ക് ആദ്യം ഒരു വിഷമമൊക്കെ തോന്നി, ഇവളാൾ കൊള്ളാമല്ലോ ഇത്രയും കാര്യമായിട്ട് കൊണ്ടുവന്നിട്ടും. പിന്നെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു അവളുടെ. അപ്പോൾ അച്ഛൻ്റെ പുറകെയാണ്. പിന്നെ ഞങ്ങളവിടെ ചെന്നിരിക്കും, അച്ഛൻ്റെ അടുത്തോണ്ട് പോയി കണ്ട കടച്ചാണിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് പിന്നെ വരും. പിന്നെ അമ്പലത്തിൽ കഞ്ഞിയുണ്ട്. അപ്പം ഞാൻ മാനസയും കൂടെ പോയി കഞ്ഞിയൊക്കെ കുടിച്ച്, പിന്നെ ഹസ്ബൻഡ് പിന്നെ അവിടെ നിന്നൊന്നും കഴിക്കത്തൊന്നുമില്ല, ഇവിടെ വന്നിട്ടേ കഴിക്കത്തുള്ളൂ. അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ച്, മാനസയ്ക്ക് കഞ്ഞി ഇഷ്ടമാണ്, അതിൻ്റെ കൂടെ പയറൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ കഴിച്ച്, അച്ചാറുമൊക്കെ ഉണ്ട്, കഴിച്ച് ഞങ്ങൾ തിരിച്ച് വരും. അപ്പം ഞങ്ങളങ്ങനെ കഴിക്കാനിരുന്ന ആദ്യത്തെ ദിവസം ഞങ്ങൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിക്കാനായിട്ട് അപ്പോൾ ചൂടുണ്ട്, കഞ്ഞിക്ക് ചൂടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഡെസ്ക് ഉണ്ട്, കസേരയൊക്കെ ഉണ്ട്, ഡെസ്കൊക്കെ കൊണ്ട് വെച്ച്. അപ്പോൾ ഞാൻ തൊട്ട് നോക്കിയപ്പോൾ ഇച്ചിരി ചൂടുണ്ട്. പക്ഷേ അത് വലിയ ചൂടൊന്നും പറയാനില്ല, ചെറിയൊരു ചൂടേ ഉള്ളൂ. അത് നമുക്കത് ഇപ്പോൾ ഇതൊക്കെ കൊടുത്താൽ മതിയല്ലോ. ചൂടോടെ ഇച്ചിരി ചൂടില്ലെങ്കിൽ കഞ്ഞിക്ക് പിന്നെ എന്തെന്നാണ്, ആറിയ കഞ്ഞി പഴങ്കഞ്ഞി എന്നല്ലേ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് അത്. പിന്നെ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ അറിയാവുന്ന ഒരമ്മ ചൂടാ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ കഴിച്ചിട്ട് പാത്രം കഴുകിക്കൊണ്ട് വന്നതാണ്, എന്നാൽ ഈ പാത്രത്തിലോട്ട് ഒഴിക്കുകയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പാത്രം വാങ്ങിച്ചവിടെ വെച്ച്, എന്നിട്ട് ഞാൻ നോക്കിയപ്പം വലിയ ചൂടില്ല. അപ്പം അവർക്കൊരു ഫീലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കഴിച്ച പാത്രത്തിൽ എനിക്ക് കഞ്ഞി ഒഴിക്കാനുള്ള മടിയാണോ എന്നുള്ളൊരു ഡൗട്ടിലിങ്ങനെ. അല്ല, പാത്രം വേണ്ടെങ്കിൽ ഇങ്ങനെ നേരം ഞാനിപ്പം കഴുകിക്കൊണ്ട് വന്നതായിരുന്നു. അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്തു, അങ്ങനൊരു ഫീൽ അവരുടെ ഉള്ളിൽ തോന്നുന്നത് ശരിയല്ലല്ലോ. ഞാൻ പിന്നെ കുറച്ച് കഞ്ഞിയിൽ കുഴപ്പമില്ല, കഞ്ഞി ഞാൻ കുറച്ച് അതിനകത്തോട്ട് ഒഴിച്ചിട്ട് പിന്നെ കുഞ്ഞിന് കൊടുക്കാൻ തുടങ്ങി. അപ്പം അവരങ്ങ് പോയി. പിന്നെ നോക്കിയിട്ട് ചൂടൊന്നുമില്ല, ഞങ്ങൾ പിന്നെ കഴിച്ചു, കഞ്ഞിയൊക്കെ കഴിച്ച്. പിറ്റേ ദിവസം ഇങ്ങനെ ഓരോ ദിവസവും താലം വരും അമ്പലത്തിലേക്ക്, ഓരോ വീടുകളിൽ നിന്നും ഓരോ സംഘടനയുടെ അങ്ങനെയൊക്കെ ഉള്ള. അപ്പം താലത്തിൻ്റെ പിരിവ് ഇവിടെ വന്നായിരുന്നു. അപ്പോൾ നമുക്കറിയാവുന്ന 100 രൂപ കൊടുത്തു. എന്നെ സംബന്ധിച്ച് 100 രൂപയെന്ന് പറയുന്നത് വലിയൊരു എമൗണ്ടാണ്. അപ്പോൾ ഇവിടെ വേറെ ആരും ഇല്ലാഞ്ഞുകൊണ്ട് എൻ്റെ 100 രൂപ. അപ്പോൾ ഞാൻ പറഞ്ഞു 100 ആണോ,
100 ചില്ലറയില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അച്ഛൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ എൻ്റെ 100 രൂപ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ തന്നെ പറഞ്ഞു, ഇവർ അവരുടെ വകയായിട്ട് നടത്തുന്നതിന് എന്തിനാ ഈ പിരിവ് നടത്തുക? അപ്പം ഞാനും ചോദിക്കണം, അത് ശരിയല്ലേ, അവർക്ക് ഒരു താലം നടത്താൻ കഴിയും എന്നുള്ളത് കൊണ്ടാണല്ലോ അവർ ഒരു താലം നടത്തുന്നത്. പക്ഷേ അതിന് കഴിവില്ലാത്തൊരു ഇങ്ങനെ പിരിച്ച് ചെയ്യാനൊന്നും ദേവി പറഞ്ഞിട്ടില്ല. കാരണം നമ്മളൊരു പിരിവെന്ന് പറയുമ്പോൾ ഈ അമ്പലത്തിലെ തന്നെ ഇപ്പോൾ എത്ര താലക്കാർ വരുമെന്നറിയാം. ഇത് ഒരു ടൈം ആകുമ്പോൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഉള്ള താലക്കാരെല്ലാം വീടുകളിൽ വരും. അമ്പലത്തിലെ പിരിവ്, വീട്ടു ചിലവ്, ഇങ്ങനെ ഒന്നും നമ്മൾ എടുത്തെടുത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് 50 രൂപ, ഈ നാട്ടിലത്തെ കാര്യമാണ്, ഈ 50 രൂപയ്ക്ക് കുറവ് എന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ എൻ്റെ കയ്യിൽ വരുമ്പോൾ 10-20 രൂപയൊക്കെ ഉള്ള ചില്ലറ. ഞാൻ ഗൂഗിൾ പേ ഉണ്ട് ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ പറയും, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതേ ഉള്ളു. അപ്പം ചിലർക്കത് കുഴപ്പമില്ല. പിന്നെ ഞാൻ ചിലരോട് റെസിപ്റ്റ് ഒന്നും വേണ്ടെന്ന് പറയും. കാരണം ആ പൈസ അവർക്ക് ഒരു 2 ചായ കുടിക്കാനേ കാണത്തുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. അപ്പം അതൊരു നല്ല കാര്യമാണല്ലോ, ദാഹജലം കിട്ടുക എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ ചിന്തിക്കും. റെസിപ്റ്റ് വേണ്ടാന്ന് ഞാൻ പറയാറുണ്ട്. റെസിപ്റ്റ് പോകുമ്പോഴാണല്ലോ ഈ കണക്ക് കാര്യങ്ങളും കാണിക്കുന്നത്. താലത്തിന് അങ്ങനെ റെസിപ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. അടുത്തുള്ള 2-3 വീട്ടുകാരൊക്കെ ചേർന്ന് വരും, അവർ പിരിവ് നടത്തി താലം നടത്തും. പിന്നെ ഇവിടുത്തെ താലത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അന്ന് തേങ്ങ അങ്ങനെ ഇല്ല. പിന്നെ ഈ മേളക്കാർക്കും കുറച്ച് പേരുടെയിലൊക്കെ ഈ താലത്തിൽ തേങ്ങയിൽ എണ്ണ ഒഴിച്ച് അങ്ങനെ, അപ്പം തേങ്ങയുടെ ചിലവ് അങ്ങനെയൊക്കെ ഉള്ള ചിലവുകളൊക്കെ കുറവാണ്. എങ്കിലും മേളക്കാർക്ക് കാശ് കൊടുക്കണമല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഇതുണ്ട്. അങ്ങനെ താലക്കാരിങ്ങനെ വരും. ചില ഏരിയയിൽ നിന്നൊക്കെ താലം വരുമ്പോഴത്തേക്കും നല്ല ആർഭാടത്തോടു കൂടി വരും. കഴിഞ്ഞ ദിവസം അങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഇതാണ്, ഈ ഗരുഡൻ്റെ വേഷം കെട്ടിയിട്ടുള്ള 2 പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ അമ്പലത്തിൽ ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പം അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ താലം വരും. നമ്മൾ ഇങ്ങനെ കറങ്ങി അമ്പലത്തിന് പ്രദക്ഷിണം വെച്ച് അകത്ത് കയറുന്നു. പ്രദക്ഷിണം വെച്ച് അകത്തോട്ട് കയറുന്ന സമയത്ത് പടക്കം പൊട്ടും. മാനസിക പേടിയാണ്, എന്നെ ഇങ്ങനെ പിടിച്ചു വെക്കും. എനിക്കും ഭയങ്കര പേടിയാണ് ഈ സംഭവം, വെടിക്കെട്ടെന്ന് പറയുന്നത്. അത് ഇങ്ങനെ ചറപറ പൊട്ടുന്നതിനോട് പേടിയില്ല. പക്ഷേ ഈ കതിനയൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ശബ്ദമല്ലേ. ഒരെണ്ണം അത് തിരി കൊളുത്തുമ്പോൾ ബും എന്നുള്ള ആ ഒരു ശബ്ദം കേൾക്കുമ്പോഴേ നമുക്കറിയാം മോളിൽ ചെന്ന് ഇതിലും വലിയ ശബ്ദത്തിൽ പൊട്ടാനുള്ള. ചിലപ്പോൾ ഇവിടം ഈ നാട് കിടുങ്ങുന്ന രീതിയിലൊക്കെ ഉള്ള ശബ്ദത്തിൽ ഉള്ള കതിനയൊക്കെ ഇങ്ങനെ കേൾക്കാം. എല്ലാവരും പേടിച്ചു പോകും എന്താണ് എന്നുള്ളത്. അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ശബ്ദം കേട്ടു. അപ്പോൾ ഞാൻ എല്ലാവരും എന്താണ്, അപ്പോൾ അമ്പലത്തിൽ നിന്ന് പിരിവിന് ഇറങ്ങുമായിരുന്നു, അതിനുള്ള വെടിയായിരുന്നു എന്നത്. അപ്പം ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളും ആചാരങ്ങളും. അപ്പം ഈ വേഷം കെട്ടിയവരിങ്ങനെ കറങ്ങുകയാണ്. ഇങ്ങനെ കറങ്ങി എന്ന് വെച്ചാൽ വട്ടത്തിൽ കറങ്ങുകയല്ല, ഈ ഒരു കാല് കൊണ്ട് ഇങ്ങനെ കറങ്ങും. ഒരു കാലിൽ നിന്ന് ഇങ്ങനെ എന്താ പറയുന്നത്, ഈ ഭൂമിയൊക്കെ ഇങ്ങനെ ചരിഞ്ഞ് ആണല്ലോ ഇരിക്കുന്നത്. അപ്പം ഗ്ലോബ് ഇങ്ങനെ കറക്കിക്കഴിഞ്ഞ് എങ്ങനെ ആയിരിക്കും കറങ്ങുന്ന ഒരു ചരിവോടുകൂടി അതേപോലെ തന്നെ ആളിങ്ങനെ കറങ്ങും. അപ്പം ഞാനിതെങ്ങനെ, എന്നിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് വാതുക്കെ വന്ന് ദേവിയെടുത്ത് വന്ന് ഇവർ തൊഴുന്ന ഒരിതുണ്ട്. അപ്പം അവരുടെ ആ ഒരു നിൽപ്പും ആ തൊഴുന്നതും ഒക്കെ എന്നിട്ട് കാണിക്കൊക്കെ ഇട്ടിട്ട് പോകുന്നതൊക്കെ. അപ്പം ഞാനതിങ്ങനെ ശ്രദ്ധിച്ചു, അവരുടെ ആ വേഷം കാര്യങ്ങളൊക്കെ. അവർ വന്ന് അത് അമ്പലത്തിനകത്തേക്ക് കയറ്റത്തില്ല, എന്ന് വെച്ചാൽ പ്രദക്ഷിണത്തിലൊന്നും വിടത്തില്ല. ചെണ്ടമേളവും പ്രദക്ഷിണത്തിലും വിടത്തില്ല. ഒറ്റ ഒരു ചെണ്ട, അത് എന്തോ അതിന് പേര് പറയും. അപ്പം ആ ഒരു ചെണ്ട മാത്രമേ പോവുള്ളൂ. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി സമയം ഇടവിട്ട് ഓരോ ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കും ആ ചെണ്ടയിൽ. ഇടന്തലയോ വലന്തലയോ ഏതാണ്ട് ഒരു പേരുണ്ട്, അതിന് മറന്നുപോയി. അപ്പം അങ്ങനെ അത് മാത്രം അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിലോട്ട്. ബാക്കിയുള്ളവരെല്ലാം അപ്പുറത്തൊരു മാവുണ്ട്, മാവിൻ ചുവട്ടിൽ നിന്ന് ഭയങ്കര കൊട്ടും ബഹളവും ഒക്കെയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഇവർ തൊഴുതിട്ടൊക്കെ പോകും. അതായിരുന്നു എനിക്ക് ആദ്യം കാരണം അവർ കൊടുക്കുന്ന ആ ഒരു പ്രാധാന്യം. ആ ദേവിയുടെ മുന്നിൽ വന്ന് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ദേവിയെല്ലാം കാണുന്നുണ്ടല്ലോ. അപ്പം ദേവിയുടെ അനുഗ്രഹം മേടിച്ച് കാണിക്കൊക്കെ ഇട്ട് അവർ ആ തൊഴുന്നതൊക്കെ കാണാൻ നല്ല ഒരു പ്രത്യേക ഒരു ഫീലായിരുന്നു. അതാണ് ഒന്നാമത്തെ ദിവസം കുറച്ച് ദിവസത്തെ ഇത് കഴിഞ്ഞിട്ട് ഈ എന്താ പറയുക, താലം വരാൻ തുടങ്ങിയ സമയത്തുള്ള ഒരു കാഴ്ച എനിക്കിഷ്ടപ്പെട്ടത് അതായിരുന്നു. ഇനിയും ഇതുപോലെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, അത് കുറേശ്ശെ ആയിട്ട് പറയാം. എന്തായാലും ഉത്സവം കഴിഞ്ഞു, ആകെ വിഷമത്തിലാണ്.
പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ഉറക്കത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഭയങ്കരമായിട്ടുണ്ട്. പക്ഷേ നഷ്ടമായിട്ട് തന്നെ പോകില്ല. ഇനി ഒരു വർഷം കാത്തിരിക്കണം ഇങ്ങനെ ഒരു ഉത്സവത്തിനായിട്ട്. പിന്നെ 7ാം പൂജ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലൊരുത്തുണ്ട്. 7ാമത്തെ ദിവസം ഉത്സവം കഴിഞ്ഞ് 7ാമത്തെ ദിവസം പൊങ്കാലയിടും രാത്രിയിൽ. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇനി അതിനുള്ള കാത്തിരിപ്പാണ്. ഓക്കെ.